Globe Menons. GLOBEMENONS. G stands for Globe Lights. L stands for Love Lights. O stands for OSS Delights. B stands for Brilliance of Bright Brains. E stands for Enlightenments. Globe. Menons. M stands for Missiles. E stands for Evolution. N stands for Nice, Nijayoga system of evolution. O stands for Orbital, Safe Space and Organization Setup Zones. N stands for Nijayoga. S stands for Sai Anand Menon Nijas. Right? Highest three frequencies. Globe Menons in the leading styles. Agolamenavaya Paramapurushaya Sarvadevada Vashitaraya Sarvarishta Vinashnaya Sarva Durmandra Chedanaya Trilokyam Vashmanaya Swaha. Om Pur. So hi. Yende madam prematin madam. Yende madam prematin madam. Deva prematin madam. Deva prematin madam. എനിക്ക് ഒരേയൊരു മതം, അത് പ്രേമത്തിൻ മതം, ദൈവപ്രേമത്തിൻ മതം. കള്ളനും ചതിയും വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും ഇല്ലാത്ത സംസ്കാരം, അതാണ് ആത്മസംസ്കാരം. ദൈവബോധത്തിൻ പ്രേമ നിജ സംസ്കാരം, നിജയോഗ സംസ്കാരം. Highest frequencies of me space, Globe Menon space too in it. Power manifestation souls, power manifestation categories, power manifestation groups. ആഗോള മേനവ സംഗമത്തിനായി എൻ്റെ മനസ്സ് തുറക്കുമ്പോൾ ലോകത്തിലെമ്പാടും പടർന്ന് കിടക്കുന്ന മേനവന്മാരുടെ ഫാമിലീസിന് അവരവരുടെ കഴിവിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു അവസരവുമായി അനേകം വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഓർഗനൈസിങ് നേച്ചർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ആഗോളമായി ചിന്തിക്കുമ്പോൾ ഒരു ആധ്യാത്മികമായിട്ടുള്ള ബോധവൽക്കരണത്തിൻ്റെ യോഗിക് ജിജ്ഞാസയിലൂടെ ഞാനത് വെളിപ്പെടുത്തുമ്പോൾ എന്നോടൊപ്പം പ്രവർത്തിക്കാൻ കഴിവുള്ളവർ ആഗോള മേനവ
സംഗമത്തിനായി വേദിയൊരുക്കുന്നു, വഴിയൊരുക്കുന്നു. മേനവ സംഗമം അത് മനുഷ്യരാശിയെ മൊത്തം അവരുടെ കഴിവിൻ്റെ ഉള്ളിലെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് തന്നെ ആധ്യാത്മികമായിട്ടുള്ള ഉണർവിന് ഉതകും വിധം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ശരിയായ നേർദിശയുടെ മണ്ഡലം ഒരുക്കും. അതെങ്ങനെ ഒരു ചെറിയ സാധനമാകും? ഒരു വലിയ പദ്ധതി തന്നെ. മേനവന്മാരുടെ കൂടിച്ചേരൽ അവരവരുടെ ഫാമിലികളെ ഉണർത്തുവാനും ആ ഫാമിലിയിലൂടെ തന്നെ അവരവരുടെ ശരിയായ രീതിയിലുള്ള ആധ്യാത്മിക പൈതൃകം അത് ശരിക്കും ഉപയോഗിച്ചു കൊണ്ട് തന്നെ അവരവരെ തന്നെ മനസ്സിലാക്കുവാൻ ഇടവരുത്തും. ഒരു യോഗിക്ക് മനുഷ്യരാശിയെ മൊത്തം ഉദ്ധരിക്കാനായിട്ടുള്ള കഴിവും സാമർഥ്യവും നേതൃത്വ ശീലവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാരാകാൻ ഇഷ്ടമുള്ളവർക്കും പലവിധ കാഴ്ചപ്പാടുകളിലൂടെ അവരവരുടെ കഴിവുകളെ തെളിയിക്കാൻ ഉപകരിക്കുന്ന വിധം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിൽ വലിയ ഒരു ബിസിനസ് പദ്ധതിയുടെ ഭാഗവും ഉണ്ടെന്ന് ഗ്രഹിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയോടു കൂടി തന്നെ അവരവർക്ക് അവരവരുടെ ബോധം, സ്പിരിച്വാലിറ്റി അതെല്ലാം ശരിക്കും അവരവരുടെ ഉള്ളിൽ തന്നെ ബോധ്യപ്പെടുമാർ ഉണർന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. മലയാളം തമ്പുരാക്കന്മാരുടെയും തമ്പുരാട്ടിമാരുടെയും ഭാഷ. ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ മേനവന്മാർക്ക് ഇല്ല എങ്കിലും ഉയർന്ന ആധ്യാത്മിക ബോധം ശരിക്കും വേണമെങ്കിൽ അതിന് കോസ്മിക് റിയാലിറ്റീസിൻ്റെ യാഥാർത്ഥ്യവും കൂടി തിരിച്ചറിയണം. ഐ ആം ദ സൺ ഓഫ് വെള്ളയിൽ നാരായണ മേനോൻ എന്ന് ഞാൻ പറയുമ്പോൾ സൺഹുഡും ഫാദർഹുഡും അത് ഏത് വിധത്തിലാണ് സംയോജിപ്പിച്ച് അത് ഒരു സംഗമത്തിന് ആഗോളമായി ഉണരുവാനും ഉയരുവാനുമായിട്ട് വഴിയൊരുക്കുന്നതെന്ന് അറിഞ്ഞാൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ലവും റിലീജിയൻ ഓഫ് യോഗിക് ലവും ബാച്ചിലേഴ്സിനും സ്പിൻസ്റ്റേഴ്സിനും ഗുഡ് ഫാമിലി ഡൊമൈൻസിനും എൽഡർലി ബംഗ്ലാവ് സോൾസിനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നന്മ നേർന്നുകൊണ്ട് പലരെ ഉദ്ധരിക്കുവാനും എളുപ്പം കഴിയും. അവിടെയാണ് ആഗോള മേനവ സംഗമത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരുക്കുന്ന പാത നിജസ്പാത. നിജ് യോഗ സിസ്റ്റം ഓഫ് എവല്യൂഷൻ, എക്സ്പാൻസീവ് അവയർനെസ് ഓഫ് സെയ് യോഗ, നിജ് യോഗ മെഡിറ്റേഷൻസ്, പവർ പ്രാണയാമ, പവർ മുദ്രാസ്, പവർ മെഡിറ്റേഷൻസ് എല്ലാം അവരവരുടെ ഉണർവിനും ഉന്മേഷത്തിനും ഊർജ്ജസ്വലതയ്ക്കും വേണ്ടി ഒരുക്കിടുന്ന ഒരു വലിയ രാജപാത. അണ്ടർ നിജരാജ യോഗ വൃക്ഷം, നിജരാജ യോഗിക് ട്രീ, cosmic souls. 22/7/9, 15/9, high threes for me souls, and for those souls who love to be led by Globomanon.